അനുവാദം ഇല്ലാതെ ഒരു ഒറ്റ എണ്ണ അതിനകത്ത് കയറരുത്. അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? അതേടാ, ഞാൻ ഭ്രാന്തനാ. ആ ചെറിയ കിടക്കുന്ന ആരാന്നറിയോ? ഈ ഭ്രാന്തന്റെ ഭാര്യ കാക്കാലത്തി. മുതലാളി, നന്ദി കെട്ട ഒരു മോന് വേണ്ടി ഞാൻ നിങ്ങളെ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ ഭാരതി പോയെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മോക്ക് ഒരു ടിക്കറ്റ് തരാം, കയറി കണ്ടു. ഇത് ശരിയാണോ അച്ഛാ? സ്വന്തം മക്കളോട് ഇങ്ങനെ? സ്വന്തം? നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണല്ലേ, അതുകൊണ്ടായിരിക്കും ഇവനെ കൈ കിട്ടിയ ഉടനെ ഞങ്ങളുടെ ബന്ധം അറുത്തെറിഞ്ഞത്. കരള് പറിച്ചെടുക്കുന്ന പോലെ ഈ പിഞ്ചു കുഞ്ഞിനോട് കൂട് മാറിയത്. നിനക്ക് നിന്റെ ഭർത്താവ് സ്വന്തമാണെങ്കിൽ എനിക്ക് എന്റെ ഭാര്യ സ്വന്തമാ. മാധവ അളിയാ, നമ്മൾ തമ്മിൽ ഇണങ്ങുകയും പടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാരതി വന്ന് കരഞ്ഞപ്പോ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും നിങ്ങളുടെ മകളെ എന്റെ കുടുംബത്തേക്ക് അയച്ചതാ. നിങ്ങളുടെ പെങ്ങളാ, കയറി കാണാം, ഞാൻ തടയില്ല. എന്ത് ദുഷ്ടത്തിൽ അച്ഛനെ കാണിക്കണേ? ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് കാണണ്ടേ? കാണിക്കായിരുന്നു, പക്ഷെ അരമണിക്കൂർ മുമ്പ് ഞാൻ അവളെ ദഹിപ്പിച്ചു പോയല്ലോ. മനസ്സിലായില്ലേ? സത്യ, നീ നെക്ലസ് പണയം വെച്ചില്ലേ, അതുപോലെ നിന്റെ അമ്മ ഞാൻ അരമണിക്കൂർ മുമ്പ് ദഹിപ്പിച്ച് കളഞ്ഞു. നീ ഉത്തമനാ, എനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മോളോട് ഒരുപാട് നീ വാദിച്ചില്ലേ, കയറി കണ്ടു. എന്റെ അനുവാദം കിട്ടാത്ത ഒറ്റ എണ്ണ ഈ പഠിക്കാത്ത കയറരുത്. ചുട്ടുകളെ